സുലാദനെ ഒരു കട്ടൻ എടുക്ക്. വിഷുവായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. ദാണ്ടിരിക്കുന്ന കട്ടൻ. നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നടത്തിൽ കട്ട ചോപ്പി കട്ട ഇടണമെന്ന്. ഇതന്നെ ചാണകവും സംഘി ചാണകം കൊണ്ട് ഇറങ്ങിയേക്കുക. ഈ വീട് മുഴുവൻ ചാണകം ഒഴിച്ച് നശിപ്പിക്കും. എന്റെ പാർട്ടിയെ പറ്റിയോ ഗോമാതാവിന്റെ അമൃതനെ പറ്റിയോ നിങ്ങൾ പറഞ്ഞേക്കരുത്. നിങ്ങളുടെ പാർട്ടി ഇപ്പൊ പകുതി പച്ചയും പകുതി ചോപ്പല്ലേ. കൂടുതൽ സംസാരിക്കണ്ട കേട്ടോ. നീ നിന്റെ പാർട്ടിയെ കൂടുതൽ വെളുപ്പിക്കാൻ നിൽക്കല്ലേ. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ് കുറെ കള്ളപ്പണം വെച്ച് കളിച്ചവനല്ലേ നിന്റെ മോദി. അതൊക്കെ ഞങ്ങളുടെ ഇരട്ടച്ചങ്ങൻ രായാവിനെ കണ്ടു. നിങ്ങളുടെ ഈ രായാവിന്റെ നാട്ടിൽ തന്നെ ബോംബിട്ട കുറെ ഗുണ്ടാണികളും കുറെ പാവപ്പെട്ട പിള്ളേരെ കൊലയ്ക്ക് കൊടുത്ത കുറെ അണികളുടെ ചരിത്രമല്ലേ പറയാനുള്ളത്. എന്റെ രാഹുലേട്ടന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് എന്റെ ജീവിതം. നിങ്ങളുടെ പാർട്ടിക്കാരോട് പോയി പറഞ്ഞാൽ മതി കേട്ടോ. എന്റെ അടുത്ത് കൂടുതൽ കളിക്കാൻ. ഓ, ഈ സംഖ്യയുടെ കമ്മിയുടെ ഇടക്കടന്ന് ഞാൻ മടുത്തു. രാഹുൽ ജിയുമായുള്ള വിവാഹക്കാര്യം ഈ ഒന്നാം കമ്മിയുടെ സംഖ്യയോട് ഞാൻ എങ്ങനെ പറയും. കൂടുതൽ കളിക്കരുത് നിങ്ങൾ. കൂടെ രാവിലെ തുടങ്ങിക്കോ അടിയിടാനായിട്ട്. മോളെ ചാണകമുള്ള ഷർട്ട് നല്ലതാ. ഇച്ചിരി ബൂസ്റ്റ് ഇട്ടെടുക്കട്ടേടി. ഓ, രാവിലെ ചാണകമായിട്ട് ഇറങ്ങിയേക്കോ. തള്ളക്ക് ഇത്തിരി ചാണകം വരെ അണ്ണാക്കിലിട്ടു. എന്തോ ചെയ്യാനാ എന്റെ വിധി. ഈ ചാണകത്തിനാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്. എന്റെ മോദിയേട്ടനുണ്ടായിരുന്നെങ്കിൽ ഈ നരകത്തിൽ നിന്ന് രക്ഷിച്ചേനെ. നിങ്ങൾ രണ്ടുപേരെ എന്തായാലും കാണിക്കേ. എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട്. എന്താ മോളെ? എന്തുണ്ടല്ലോ മോള് പറ. ഈ അച്ഛൻ നടത്തി കോൺഗ്രസ് പാർട്ടിയുടെ മുഖമുദ്രയായ രാഹുലേട്ടന് വേണ്ടി ഉണ്ടംപുരിയുമായി ഞാൻ കാത്തിരിക്കുകയാണ്. അച്ഛൻ കെട്ടിച്ചു തരില്ലേ? കണ്ട കൊങ്ങികളെ വീട്ടിൽ കയറ്റാല നിന്നെ ഞാൻ വളർത്തിയത്. കണ്ട പട്ടായിലൊക്കെ കറങ്ങി നടക്കുന്നത് കെട്ടാൻ കിട്ടിയുള്ളൂ. ഞങ്ങളുടെ വർഗ ശത്രുവാണ് അവൻ. വർഷത്തിൽ 1-2 തവണ വയനാട് സന്ദർശനം. ആനയോ പുലിയോ ഇറങ്ങിയോ ആ പരിസരത്തേക്ക് പോലും വരില്ല. നാട് നീളെ നടന്ന് എന്റെ രാഹുലേട്ടന്റെ കാല് വരെ തേഞ്ഞു. ഇത് കൂടുതൽ എന്ത് യോഗ്യതയാ എന്റെ രാഹുലേട്ടന് വേണ്ടേ? പറ്റത്തില്ല. ഇനി ഇവിടെ ഒരു കൊങ്ങി വേണ്ട. ഒരു ചാണകത്തെ കെട്ടിയതിനെ ഞാൻ ഇപ്പോഴും അനുഭവിക്കും. മനുഷ്യ വീട്ടിൽ പോടാ. ഹലോ ചേച്ചി, വിഷുക്കായിട്ട് എന്താ സ്പെഷ്യൽ? ഹായ് മുന്തിരി. ആ സഖാവ് വന്നു. ആ ഞാനിന്നലെ കണ്ണൂരിൽ നിർത്തിയുള്ളൂ. അവിടെ പിന്നെ കുറച്ച് പടക്കമൊക്കെ പൊട്ടിക്കാണ്ടായിരുന്നു. എന്നിട്ട് പൊട്ടിയോ മാമ? ഞാൻ എറിയുന്നൊന്നും അങ്ങനെ വെറുതെ കൂട്ടില്ല. നമ്മളെ സ്ഥാനാർത്ഥികൾ പൊട്ടുന്ന പോലെ അല്ല. ഞാൻ എറിഞ്ഞ കറക്റ്റ് ആയിട്ട് അവിടെ കൊള്ളും, പൊട്ടും. അവളെ നമുക്ക് പടക്കം പൊട്ടിക്കാതെ എങ്ങോട്ട് വാ. കയ്യിലുള്ളത് ഓലപ്പടക്കമാണോ? ഓലപ്പടക്കമൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. ഇപ്പൊ ഇതാ ട്രെൻഡ്.